ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ തേടിയിരിക്കുകയാണ്. നമുക്കറിയാം പത്മകുമാറിനെ 8-ാം തീയതി വരെ റിമാൻഡ് കാലാവധിയിലേക്ക് വിട്ടിരുന്നു. പക്ഷേ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ കൊല്ലത്തെ വിജിലൻസ് കോടതി വിധി പറയാൻ പോവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും എം മനോജ് ചേരുകയാണ്. മനോജ്, ഇന്നിപ്പോൾ വാസുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ജാമ്യാപേക്ഷയിൽ വിധി വരാൻ പോകുന്നു. നേരത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ പത്മകുമാർ നൽകുന്ന ഘട്ടത്തിൽ ഈ മാസം 8 വരെ റിമാൻഡിലേക്ക് വിടുന്ന ഒരു നീക്കമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വാസുവിന് ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ മനോജ്? എന്തായാലും എൻ വാസു സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിലാണ് കോടതി ഇന്ന് വിധി പറയുക. ഇതിനു മുമ്പ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന മുരാരി ബാബു, അതോടൊപ്പം തന്നെ KS ബൈജു ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ച് നൽകിയില്ല എന്നുള്ളതാണ്. അതുതന്നെയാകും എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിലും സംഭവിക്കുക. എന്തായാലും പത്മകുമാർ നേരത്തെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് പരിഗണിക്കുന്നതാണ് 8-ാം തീയതിയിലേക്ക്, അതായത് ഡിസംബർ 8-ാം തീയതിയാണ് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. എന്തായാലും പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് കാലാവധി കൂട്ടാനാണ് സാധ്യത. അതിനുള്ള നടപടിക്രമങ്ങളും തുടർന്നു വരികയാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 6 പേർ, ഇവരുടെ ഓരോരുത്തരുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കൂടെ അതിൽ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ ഇടപെടൽ എന്നുള്ളതിനെപ്പറ്റി SIT കൃത്യമായും കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് പ്രോസിക്യൂഷൻ്റെയും ഭാഗം. അതായത് ഗുരുതരമായിട്ടുള്ള ഒരു ഘട്ടമാണ് അന്വേഷണത്തിൻ്റെ. ഹൈക്കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്ന വാദം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിനോ അല്ലെങ്കിൽ വാസുവിനോ ജാമ്യം അനുവദിച്ച് കിട്ടുക എന്നതിന് സാധ്യത വളരെ കുറവാണ്. എന്തായാലും അത് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. നേരത്തെ തന്നെ എൻ വാസുവിൻ്റെ അഭിഭാഷകൻ ഇവിടെ കോടതിയെ ബോധിപ്പിച്ചത് എൻ വാസു ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ വാസുവിന് ഇതിൽ പങ്കില്ല എന്നുള്ള നിലയിലാണ്. പക്ഷേ അതല്ല എന്നുള്ളത് കോടതി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് പ്രായമായ ആളായതിനാൽ അതിനുള്ള പരിഗണന വേണം. അതോടൊപ്പം തന്നെ താൻ മാത്രമല്ല ഉത്തരവാദി എന്നുള്ളതാണ്. ബോർഡിലെ മറ്റ് അംഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ചെമ്പെന്ന് എഴുതി പിടിച്ചത് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഇരുവരുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ഈ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് വാദം കേട്ട ശേഷം ഇപ്പോൾ വിധി പറയുകയാണ്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിരോധത്തിലാകുന്നത് CPM ആണ്. കാരണം എൻ വാസു ആയാലും അല്ലെങ്കിൽ പത്മകുമാർ ആയാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള ആളുകൾ തന്നെയാണ്. എൻ വാസു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഇടപെടൽ നടത്തുന്ന ഒരാൾ കൂടെയാണ്. അതോടൊപ്പം പത്മകുമാർ മുൻ MLA യും CPMൻ്റെ നിലവിലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ CPM ഇതിനെ വലിയ തരത്തിൽ ഇതൊന്നും ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഇതൊന്നും പാർട്ടിയെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ പ്രതികരണം നടത്തിയെങ്കിൽ പോലും പിന്നീട് പാർട്ടിക്കുള്ളിൽ അത് വലിയ ആശങ്കയാവുകയാണ്. കാരണം ഇനി പത്മകുമാറിൽ നിന്നും അന്വേഷണം ഇനി ഉന്നതരിലേക്ക് പോവുകയാണ്. കടകംപള്ളിക്ക് ഉൾപ്പെടെ കുരുക്ക് വീഴുമോ എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിനോ അല്ലെങ്കിൽ എൻ വാസുവിനോ ഒന്നും ഈ ജാമ്യം അനുവദിച്ച് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.